ലെക്ചേഴ്സ് ആണല്ലോ. കോൺട്രാക്ടിന്റെ ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്തതിൽ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട്, ഏതൊരു കോൺട്രാക്ട് ആണെങ്കിലും എല്ലാ കോൺട്രാക്റ്റുകളും ഫോളോ ചെയ്യേണ്ട ജനറൽ ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ്, അടിസ്ഥാനമായ കുറച്ച് പ്രിൻസിപ്പിൾസ് 1 to 75 വരെയുള്ള സെക്ഷൻസിൽ ഉള്ളത് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ എങ്ങനെയാണ് ഓഫർ, അക്സെപ്റ്റൻസ്, ഏതൊക്കെയാണ് വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകൾ ആവുന്നത്, ഏതാണ് വോയിഡ് ആയിട്ടുള്ള കോൺട്രാക്ട്, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് എഗ്രിമെന്റ് കോൺട്രാക്ട് ആവാൻ വേണ്ടത്, അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടീഷൻ കോൺട്രാക്ട് എന്താണ്, അൺലോഫുൾ എഗ്രിമെന്റ് എന്താണ്, പാർട്ടീസിന്റെ കോമ്പീറ്റൻസി എന്തൊക്കെയാ, എന്താണ് ഫ്രീ കൺസെന്റ്, ബാക്കിയുള്ള കാര്യങ്ങൾ ഇതേ സംബന്ധിച്ചുള്ള എങ്ങനെയാണ് നമുക്ക് ബാക്കി റിലീഫ് കിട്ടുക, ബ്രീച്ച് വരുത്തിയാൽ എങ്ങനെയായിരിക്കും, ഒരു കോൺട്രാക്ട് ലംഘനം വരുത്തിയാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വയലേഷൻ വരുത്തിയാൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് 1 to 75 വരെയുള്ള ഏത് കോൺട്രാക്ട് ആണെങ്കിലും ആ കോൺട്രാക്റ്റുകളൊക്കെ ഫോളോ ചെയ്യേണ്ട ജനറൽ പ്രിൻസിപ്പിൾസിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടില്ലാത്തവര് കണ്ടു നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള കോൺട്രാക്റ്റുകളാണ്. അതായത് ഓരോ സ്പെഷ്യൽ കോൺട്രാക്റ്റുകൾ ഓരോന്നും ഓരോ പർപ്പസസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇൻഡെംനിറ്റി, ഗ്യാരണ്ടി, ബെയിൽമെന്റ്, പ്ലെഡ്ജ്, ഏജൻസി, ഇങ്ങനെ 5 സ്പെഷ്യൽ കോൺട്രാക്റ്റുകളും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലും പറയുന്നുണ്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ 5 സ്പെഷ്യൽ കോൺട്രാക്റ്റുകൾ. ഇതെല്ലാം സ്പെഷ്യൽ കോൺട്രാക്ട് എന്ന് പറയാൻ കാരണം മറ്റേത് ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാ കോൺട്രാക്റ്റും ഫോളോ ചെയ്യേണ്ടത് നമ്മൾ 1 to 75 വരെ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കോൺട്രാക്റ്റുകൾ, ഓരോന്നും ഓരോ പർപ്പസസിന് വേണ്ടി, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന കോൺട്രാക്റ്റുകളെയാണ് പറയുന്നത്. അപ്പൊ ഇൻഡെംനിറ്റി എന്താ, ഗ്യാരണ്ടി എന്താ, ബെയിൽമെന്റ് എന്താ, പ്ലെഡ്ജ് എന്താ, ഏജൻസി എന്താ, ഇത് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ സ്പെഷ്യൽ കോൺട്രാക്ട് ഇൻഡെംനിറ്റി ആണ്. ഇൻഡെംനിറ്റി സെക്ഷൻ 124 പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കും, ആദ്യത്തെ 1 to 75 എന്ന് പറഞ്ഞിട്ട് ബാക്കിത്തെ 76 പോലുള്ള സെക്ഷൻസ് എവിടെ പോയി എന്ന് നോക്കുകയാണെങ്കിൽ 76 മുതലുള്ള സെക്ഷൻസ് 1 to 75 കഴിഞ്ഞിട്ടുള്ള 76 തൊട്ട് 123 വരെയുള്ള സെക്ഷൻസ് വേറൊരു ആക്ട് ആയിട്ട് മാറുകയാണ് ചെയ്തത്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്നത് ആദ്യം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ്, പിന്നീട് അതൊരു സെപ്പറേറ്റ് നിയമമായിട്ട് മാറുക ചെയ്തത്, വേറൊരു ആക്ട് ആയിട്ട്. അതാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ എവിടെ പോയി ബാക്കി സെക്ഷൻസ് ഒരു തോന്നൽ വരികയാണെങ്കിൽ ഞാനിത് പറഞ്ഞാണ്, ജസ്റ്റ് ഓർത്തിരിക്കാം. അപ്പൊ ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് സെക്ഷൻ 124 പറയുന്നത്. ഇൻഡെംനിറ്റി പറയുന്നത് സെക്ഷൻ 124 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടില്. സെക്ഷൻ ഓർത്തില്ലേലും കോൺസെപ്റ്റ് ഓർക്കുക. അപ്പോ ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ എഗനിസ്റ്റ് ലോസ് എന്നാണ് അതിന്റെ അർത്ഥം. ഇൻഡെംനിറ്റി എന്ന് പറയുന്ന കോൺട്രാക്ട്, എല്ലാ കോൺട്രാക്ടിനകത്തും പാർട്ടീസ് ഉണ്ട്. ആര്, പ്രോമിസറും ഉണ്ട്, പ്രോമിസി ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് തൊട്ട് പറയുന്ന കോൺട്രാക്റ്റിൽ 2 പാർട്ടീസ്. നമ്മൾ ആദ്യത്തെ ഒരു കോൺട്രാക്റ്റുകളുടെ ക്ലാസ്സസ് ഒക്കെ എടുത്തപ്പോൾ ജനറൽ ആയിട്ട് കോൺട്രാക്ടിന് വേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാ, കോൺട്രാക്ട് ലംഘിച്ച എങ്ങനെയാ, ബ്രീച്ച് വരുത്തി എങ്ങനെയാ, ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എങ്ങനെയാ വോയിഡ് എഗ്രിമെന്റ്, അതെല്ലാം ഇനി പറയുന്ന സ്പെഷ്യൽ കോൺട്രാക്റ്റുകൾക്കും ആപ്ലിക്കബിൾ ആണ് കേട്ടോ. ഇനി പറയുന്ന എല്ലാ സ്പെഷ്യൽ കോൺട്രാക്റ്റിനും അത് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ കോൺട്രാക്റ്റിൽ 2 പാർട്ടീസ് കാണും, പ്രോമിസറും ഉണ്ടാകും, പ്രോമിസി ഉണ്ടാവും. ഏത് പേഴ്സൺ ആണോ പ്രോമിസ് ചെയ്യുന്നത് ആ വ്യക്തി പ്രോമിസർ ആൻഡ് പ്രോമിസി. ഏത് ദ പേഴ്സൺ ടു ഹും, ആരോടാണോ നമ്മൾ പ്രോമിസ് ചെയ്യുന്നത് അവരെ പ്രോമിസി എന്നും, ആരാണോ പ്രോമിസ് ചെയ്ത് അവരെ പ്രോമിസർ എന്ന് പറയും. ഇങ്ങനെ 2 പാർട്ടീസ് ഉണ്ട്. പക്ഷെ സ്പെഷ്യൽ കോൺട്രാക്റ്റിലേക്ക് വരുമ്പോൾ ഇവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പേരുകളാണ്. ആ കോൺട്രാക്ട് അനുസരിച്ച്, സ്പെഷ്യൽ കോൺട്രാക്റ്റുകൾ അനുസരിച്ച് അതിന് ഓരോ പ്രോമിസർ അല്ലെങ്കിൽ പ്രോമിസറിനും പ്രോമിസിക്കും സെപ്പറേറ്റ് നെയിമുകളാണ് ഈ സ്പെഷ്യൽ കോൺട്രാക്റ്റുകളിൽ കൊടുത്തിട്ടുള്ളത്. പ്രോമിസർ പ്രോമിസ് ചെയ്ത് നമ്മൾ ജനറൽ ആയിട്ട് പറയല്ല. അവിടുത്തെ പ്രോമിസറിന് വേറൊരു പേരുണ്ട്, അവിടുത്തെ പ്രോമിസി ആർക്കാണോ നമ്മൾ പ്രോമിസ് കൊടുത്തത് അത് ഓരോ സ്പെഷ്യൽ കോൺട്രാക്റ്റുകൾ അനുസരിച്ച് ആ കോൺട്രാക്ടിന്റെ പേരനുസരിച്ച് പ്രോമിസറിനും പ്രോമിസിയുടെ പേര് മാറും. ഓക്കെ, അപ്പൊ ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ സെക്ഷൻ 124 പറയുന്നത്. ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ്. ഇത് എന്താണെന്ന് ഞാൻ സിംപ്ലി പറയാം. അതായത് ഞാൻ നിങ്ങളെ കൊണ്ട് ഒരു കടയിൽ പോയി, നിങ്ങൾ ആരെങ്കിലും ഒരാളെ കൊണ്ട് ഞാനൊരു കടയിൽ പോയി എന്ന് വിചാരിച്ചു. കടയിൽ പോയതിനു ശേഷം ഞാൻ ആ ഒരു കടയിലെ ഷോപ്പ് ഓണറിനോട് പറയുന്നു, നിങ്ങൾ ഇയാൾ ചോദിക്കുന്ന എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ കേട്ടോ. അതായത് ഇന്ന ആൾ ചോദിക്കുന്ന എന്ത് സാധനം വേണമെങ്കിലും ഈ കടയിലുള്ളത് കൊടുത്തേക്കൂ, നിങ്ങൾക്ക് എന്ത് നഷ്ടം ഉണ്ടായാലും ഞാൻ നികത്തിക്കോളാം. അതായത് നിങ്ങൾ അവരോട് പൈസ ചോദിക്കേണ്ട, നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇയാൾക്ക് കൊടുത്തോളൂ, എന്ത് നഷ്ടം ഉണ്ടായാലും നിങ്ങൾക്ക് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായാലും ഇത് മൊത്തം ഞാൻ നികത്തിക്കോളാം. നിങ്ങൾ ഈ പറയുന്ന ലോസിൽ നിന്നും ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം, സംരക്ഷിച്ചോളാം, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ലോസിൽ നിന്നും ഞാൻ നിങ്ങളെ സേവ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ കടയിലെ ഓണറും ഞാനും കൂടിയുള്ള ഒരു കോൺട്രാക്ട്, അതാണ് എന്ത്, ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞ സ്പെഷ്യൽ കോൺട്രാക്ട്. അപ്പൊ അതായത് ഒരാളെ ഞാൻ ഒരു ലോസ് വരുമ്പോൾ ആ നഷ്ടത്തിൽ നിന്നും ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം അല്ലെങ്കിൽ സേവ് ചെയ്തോളാം എന്നും പറഞ്ഞ് ഏർപ്പെടുന്ന കോൺട്രാക്ടിനെയാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രോമിസ് ചെയ്ത ആളാരാ, ഞാനല്ലേ പ്രോമിസ് ചെയ്തേ എന്ത് നഷ്ടം വന്നാലും നികത്തിക്കോളാം. അപ്പൊ പ്രോമിസ് ചെയ്ത ആള് ഞാൻ പ്രോമിസർ, ആർക്കാ
ആർക്കാണോ ഞാൻ പ്രോമിസ് ചെയ്തത്, പ്രോമിസ് ചെയ്ത് പേഴ്സൺ ടു ഹും, ആരോടാണ് ഞാൻ പ്രോമിസ് ചെയ്തത് അവരാണ് പ്രോമിസി. ആരാ? കടക്കാരനോടല്ലേ ഞാൻ പ്രോമിസ് ചെയ്തത്, അപ്പൊ പ്രോമിസിയാണ് ആ വ്യക്തി. അപ്പൊ ഇവിടെ ഇൻഡെംനിറ്റി ആയതുകൊണ്ട് ഇങ്ങനെ ലോസ് വരുമ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ അല്ലെങ്കിൽ ലോസിൽ നിന്നും സേവ് ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ കോൺട്രാക്ട് ഇൻഡെംനിറ്റി കോൺട്രാക്ട് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ പ്രോമിസറിനും പ്രോമിസിക്കും സെപ്പറേറ്റ് പേര് കൊടുത്തിട്ടുണ്ട്. പ്രോമിസറിന്റെ പേര് ഇൻഡെംനിഫയർ എന്ന. ആരാണോ പ്രോമിസ് ചെയ്ത വ്യക്തി ആ വ്യക്തിയുടെ പേര് ഇൻഡെംനിറ്റി കോൺട്രാക്റ്റിൽ എങ്ങനെയാണ്, ഇൻഡെംനിഫയർ എന്നാണ്. അപ്പൊ നമ്മൾ ഇൻഡെംനിഫയർ എന്നാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇൻഡെംനിറ്റി ഹോൾഡർ അല്ലെങ്കിൽ ഇൻഡെംനിഫൈഡ് എന്നാണ് പ്രോമിസിയെ പറയുന്നത്. പ്രോമിസിയെ പറയുന്നത് ഇൻഡെംനിറ്റി ഹോൾഡർ ടി ആണ്. ഇൻഡെംനിറ്റി ഹോൾഡർ അല്ലെങ്കിൽ ഇൻഡെംനിഫൈഡ് എന്നാണ് പ്രോമിസിയെ പറയുന്നത്. ആരോടാണോ നമ്മൾ പ്രോമിസ് ചെയ്ത് അവരെ പറയുന്നത് ഇൻഡെംനിറ്റി ഹോൾഡർ അല്ലെങ്കിൽ ഇൻഡെംനിഫൈഡ് എന്നാണ്. ആരാണോ പ്രോമിസ് ചെയ്ത് പ്രോമിസറിനെ പറയുന്നത് ഇൻഡെംനിഫയർ എന്നാണ്. പ്രോമിസർ ആറല്ലേ, അപ്പൊ ഇവിടെ ഓർത്താൽ മതി ഇൻഡെംനിഫയർ. ഓക്കെ, ഇത് ഇൻഡെംനിഫൈഡ് അല്ലെങ്കിൽ ഇൻഡെംനിറ്റി ഹോൾഡർ എന്നാണ് പ്രോമിസിയെ പറയുന്നത്. അപ്പൊ ഇവിടെ പ്രോമിസ് ചെയ്ത വ്യക്തിയെ ഇൻഡെംനിഫയർ എന്നും ആരോടാണോ ഞാൻ പ്രോമിസ് ചെയ്ത് അവര് പ്രോമിസിയാണ്. നോർമലി നമ്മൾ ജനറൽ ആയിട്ട് പഠിച്ചത് പ്രോമിസി എന്നാണ് കോൺട്രാക്റ്റിലെ പാർട്ടി. പക്ഷെ പ്രോമിസിക്ക് ഇൻഡെംനിറ്റി കോൺട്രാക്റ്റിൽ പറയുന്ന ഇൻഡെംനിറ്റി ഹോൾഡർ അല്ലെങ്കിൽ ഇൻഡെംനിഫൈഡ് എന്ന പേരാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കേട്ടോ. ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന് പറഞ്ഞാലും ഇൻഡെംനിഫൈഡ് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. ഇനി കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയുടെ ഡെഫിനിഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. എ കോൺട്രാക്ട് ബൈ വിച്ച്, ആ കോൺട്രാക്ട് ഒരു കോൺട്രാക്ട് ആണ്. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് ആണ്. അതുവഴിയായിട്ട് വൺ പാർട്ടി പ്രോമിസസ്, ഒരു വ്യക്തി എന്ത് ചെയ്യുക, പ്രോമിസ് ചെയ്യുക. എന്താ പ്രോമിസ് ചെയ്യുന്നത്, ടു സേവ് ദ അതർ, മറ്റേ പാർട്ടിയെ സേവ് ചെയ്തോളാം, സംരക്ഷിച്ചോളാം. എന്തിൽ നിന്നും, ഫ്രം ലോസ്, അവർക്കുണ്ടാകുന്ന നഷ്ടത്തിൽ നിന്നും ഞാൻ രക്ഷിച്ചോളാം അല്ലെങ്കിൽ ഞാൻ സേവ് ചെയ്തോളാം. കോസ്റ്റ് ടു ഹിം, അയാൾക്ക് വരുത്തിയ നഷ്ടം എന്താണോ അതിൽ നിന്നും ഞാൻ അയാളെ സേവ് ചെയ്തോളാം എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുവാണ്. ബൈ ദ, ആര് വഴിയായിട്ടുണ്ടാവുന്നത്, ബൈ ദ കണ്ടക്ട് ഓഫ് ദി പ്രോമിസർ ഹിംസെൽഫ്. അതായത് ഇപ്പൊ എന്റെ പ്രവൃത്തി കൊണ്ട് തന്നെ ഉണ്ടാകുന്ന നഷ്ടം കൊണ്ടായിരിക്കും ഞാൻ അയാളെ സേവ് ചെയ്തോളാം എന്ന് പറഞ്ഞത്. അതല്ലെങ്കിൽ ഓർ ബൈ ദ കണ്ടക്ട് ഓഫ് എനി അതർ പേഴ്സൺ, മറ്റൊരാളുടെ പ്രവൃത്തി വഴി. സപ്പോസ് ഞാൻ ആ കടയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് ഞാൻ പറയാണ് ഇത് ഞാൻ മാസം അവസാനം തന്നോളാം, നിങ്ങൾക്ക് എന്ത് നഷ്ടം ഉണ്ടായാലും ഞാൻ നികത്തിക്കോളാം. ഓക്കെ, അപ്പൊ എന്റെ പ്രവൃത്തി കാരണം തന്നെയാണ് അയാൾക്ക് നഷ്ടം ഉണ്ടായേ. ആ കോസ് ചെയ്ത ലോസിന് ഞാൻ സേവ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ പ്രോമിസ് ചെയ്യുന്നു. അതും ഇൻഡെംനിറ്റിയാ. അതല്ല, മറ്റൊരാൾ കാരണം അയാൾക്കുണ്ടായ നഷ്ടത്തെ ഞാൻ നികത്തിക്കോളാം എന്നും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുക, പ്രോമിസ് ചെയ്യുക. അങ്ങനെ ചെയ്താലും അത് എന്ത് തന്നെയാ, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണ്. ഇൻഡെംനിറ്റി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണ് ഉണ്ടാകുന്ന ലോസിനെ ഞാൻ സേവ് ചെയ്തോളാം, പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഏർപ്പെടുന്ന കോൺട്രാക്ടിനെയാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രവൃത്തി കൊണ്ടോ ആകാം. ഇതിപ്പോ ഞാൻ കടയിൽ വേറൊരാളെയും കൊണ്ട് പോയിട്ട് അയാൾ മേടിക്കുന്ന സാധനത്തിന് കൊടുത്തോളാം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഞാൻ മേടിക്കുന്ന സാധനത്തിന് ഞാൻ മാസാവസാനം തന്നോളാം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ വന്നാലും ഞാൻ അയാളെ സേവ് ചെയ്തോളാം ലോസിൽ നിന്ന് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാളെ സേവ് ചെയ്തോളാം അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്തോളാം ഉണ്ടാകുന്ന ലോസിൽ നിന്നും, കാരണമാകുന്ന ലോസിൽ നിന്നും എന്ന് പറയുന്നതിനെ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്നാണ് പറയുന്നത്. അവിടുത്തെ പാർട്ടീസിന്റെ പേരെന്താ, ഇൻഡെംനിഫയർ എന്നാണ്. പ്രോമിസ് ചെയ്യുന്ന വ്യക്തിയുടെ പേര് പ്രോമിസി. ആ ഒരു പ്രോമിസ് കിട്ടിയ വ്യക്തിയെ ആരാണോ അല്ലെങ്കിൽ ആരോടാണോ നമ്മൾ പ്രോമിസ് ചെയ്യുന്നത് അവരെ ഇൻഡെംനിറ്റി ഹോൾഡർ അല്ലെങ്കിൽ ഇൻഡെംനിഫൈഡ് എന്നും പറയും. ഇത്രയേ ഉള്ളൂ ഇൻഡെംനിറ്റി. സ്പെഷ്യൽ കോൺട്രാക്ട് ആണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗ്യാരണ്ടി നിൽക്കുക എന്നൊക്കെ. നമ്മൾ എന്ത് സാധനം മേടിച്ചാലും പൈസ ഞാൻ തന്നോളാം, ഞാൻ ഗ്യാരണ്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ ലോണിന് ഗ്യാരണ്ടി നിൽക്കണു എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ. അപ്പൊ ഗ്യാരണ്ടിയിൽ 3 പാർട്ടീസാണ് ഉള്ളത്. ഇൻഡെംനിറ്റിയിൽ 2 പാർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞെങ്കിൽ ഇവിടെ 3 പാർട്ടീസ് ഉണ്ട്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ 3 പാർട്ടീസ് ആണ് ഉള്ളത്. അതായത് ഞാൻ നിങ്ങളെ കൊണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം, ഞാൻ നിങ്ങളെ കൊണ്ട് കടയിൽ പോകുന്നു, കടയിൽ പോയതിനു ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എന്ത് വേണമെങ്കിലും വാങ്ങിക്കോളൂ കേട്ടോ, ഇയാൾ ചോദിക്കണൊക്കെ കൊടുത്തേക്ക്, ഞാൻ പൈസ തന്നോളാം, ഇയാളോട് ചോദിക്കണ്ട, അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞതാണെങ്കിൽ ഇൻഡെംനിറ്റി ആയിപ്പോയനെ. ഇയാളോട് പൈസ ഒന്നും ചോദിക്കണ്ട കേട്ടോ, എന്ത് നഷ്ടം വന്നാലും ആ കടക്കാരനോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് എന്ത് നഷ്ടം വന്നാലും ഞാൻ നികത്തിക്കോളാം, ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം, സേവ് ചെയ്തോളാം നിങ്ങളെ ആ ലോസിൽ നിന്നും. അതാണെങ്കിൽ ഇൻഡെംനിറ്റി. ഇതങ്ങനെയല്ല പറയുന്നത്. ഞാൻ കടയിൽ ചെന്നിട്ട് പറയുന്നു ഇയാൾ ചോദിക്കണൊക്കെ കൊടുത്തോളൂ. ഇൻ കേസ് ഇയാൾ പൈസ തന്നില്ല, ഇയാൾ ഡിഫോൾട്ട് വരുത്തുക, അതായത് പേയ്മെന്റ് നടത്താൻ ഇയാൾ ഡിഫോൾട്ട് വരുത്തുക, ഇയാൾ വീഴ്ച വരുത്തുകയാണ് എങ്കിൽ ഞാൻ തന്നോളാം പൈസ, ഞാൻ ഉറപ്പ്, ഞാൻ ഗ്യാരണ്ടി നിൽക്കുക എന്ന് പറയുന്നു. അതിനെയാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. അപ്പൊ അതിൽ 3 പാർട്ടീസ് വരും. ആരൊക്കെ? ഞാൻ നിങ്ങളെ കൊണ്ട് പോകുന്നു, കടക്കാരനോട് ഞാൻ പറയുന്നു ഗ്യാരണ്ടി ഞാൻ നിന്നോളാന്ന്, അപ്പൊ ഞാനും 3 പേര് വന്നില്ലേ പാർട്ടീസ്. അപ്പൊ ആരാ? ഞാനാണോ ഉറപ്പ് നിന്ന വ്യക്തി, ഗ്യാരണ്ടി നിന്ന വ്യക്തി ആരാണോ, ദ പേഴ്സൺ ആരാണോ ആ ഗ്യാരണ്ടി കൊടുത്തത് ആ വ്യക്തിയെ പറയുന്നതാണ് ഷുവർട്ടി എന്ന്. ദ പേഴ്സൺ ഹു ഗീവ്സ് ദ ഗ്യാരണ്ടി, ഗ്യാരണ്ടി കൊടുത്ത ആരാ? ഞാനല്ലേ ഗ്യാരണ്ടി കൊടുത്തത് കടക്കാരന് വേണ്ടി, നിങ്ങൾ എന്ത് വേണം വാങ്ങിക്കോന്ന്. അപ്പൊ ഗ്യാരണ്ടി കൊടുത്ത പേഴ്സണെ പറയുന്നത് ഷുവർട്ടി, ഉറപ്പ് നിന്ന വ്യക്തി, ഷുവർട്ടി എന്ന് പറയുന്നു.
ഇനി ആർക്ക് വേണ്ടിയാണോ ഞാൻ ഗ്യാരണ്ടി നിന്നത്, അതായത് ആര് പൈസ അടച്ചില്ലെങ്കിലാണോ ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞത്, the person in respect of whose default, ആരുടെ ഡിഫോൾട്ട്, ആരുടെ വീഴ്ചയിലാണോ the guarantee is given, ഞാൻ ആർക്ക് വീഴ്ച വരുത്തുമ്പോൾ അല്ലെങ്കിൽ പറയുന്ന ആര് പൈസ അടച്ചില്ല വീഴ്ച വരുത്തിയാലാണോ ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞ് ഗ്യാരണ്ടി നിന്നത്, അയാളെ പറയുന്നതാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഡെപ്റ്റ് ഉള്ള വ്യക്തി, നിങ്ങൾ ഉണ്ടാക്കിയ കടത്തിനാണല്ലോ ഞാൻ ഈ പറയുന്ന എന്ത് ചെയ്യുന്നത്, ഗ്യാരണ്ടി നിൽക്കുന്നത്. സോ അപ്പൊ ഡെപ്റ്റ് ഉള്ള വ്യക്തി ഡെപ്റ്റർ എന്ന് ഓർത്താൽ മതി. അപ്പൊ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ആരുടെ ഡിഫോൾട്ടിലാണോ അതായത് ആരുടെ അഭാവത്തിലാണോ ഞാൻ ഗ്യാരണ്ടി നിൽക്കുന്നത് അവരെ പറയുന്നതാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയുന്നു. ഇനി ഞാൻ ആരോടെ ഈ ഗ്യാരണ്ടി നിന്നേ, ആ കടയിലെ ചേട്ടനോടല്ലേ ഞാൻ പറയുന്നത് ഗ്യാരണ്ടി നിന്നത്, എന്ത് വേണേലും കൊടുത്തോളൂ, ഇയാൾ പൈസ തന്നില്ലെങ്കിൽ ഞാൻ തന്നോളാം എന്ന് പറയുന്നു. അപ്പൊ ദ പേഴ്സൺ ടു ഹൂം, ആരോടാണോ ഞാൻ ഈ ഗ്യാരണ്ടി നിൽക്കുന്നത്, ആരുടെ അടുത്താണോ ഞാൻ ഈ ഗ്യാരണ്ടി നിൽക്കുന്നത്, പേഴ്സൺ ടു ഹൂം ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ, ഞാൻ ആരോടാണോ ഈ ഗ്യാരണ്ടി കൊടുത്തത് ആ വ്യക്തിയെ പറയുന്നതാണ് ക്രെഡിറ്റർ, പൈസ കിട്ടാനുള്ള വ്യക്തി. ഓക്കെ, ആ കടക്കാരനല്ലേ പൈസ കിട്ടാനുള്ള, അപ്പൊ കടം വരുത്തി വെച്ച ആള് പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ഷുവർട്ടി ഉറപ്പ്, ഗ്യാരണ്ടി കൊടുത്ത വ്യക്തി ഷുവർട്ടി. ഇനി ആർക്കാണോ ഞാൻ ഈ ഗ്യാരണ്ടി കൊടുത്തത് അയാൾ ക്രെഡിറ്റർ, കാശ് കിട്ടാനുള്ള ആള്. ഓക്കെ, അപ്പൊ അങ്ങനെ 3 പാർട്ടീസ് ആണ് ഈ ഗ്യാരണ്ടിയിലുള്ളത്. അപ്പൊ ഗ്യാരണ്ടിയിൽ എന്താ ചെയ്യുന്നത്, എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ആണ്. ടു പെർഫോം ദ പ്രോമിസ്, ഞാൻ ഒരു പ്രോമിസ് കൊടുത്തേക്കോ, ഇത് ഞാൻ പെർഫോം ചെയ്തോളാം എന്ന് പറയുന്നു. ഓർ ഡിസ്ചാർജ് ദ ലയബിലിറ്റി, അല്ലെങ്കിൽ ഒരാളുടെ ലയബിലിറ്റി ഞാൻ ഇല്ലാതാക്കിക്കോളാം എന്ന് പറയുന്നു. ആരുടെ, ഓഫ് എ തേർഡ് പേഴ്സൺ, മൂന്നാമതൊരാളുടെ. ഞാൻ കൊടുക്കാനുള്ള പൈസ കൊടുത്തോളാം എന്നാണ് പറയണേ, അതാണെങ്കിൽ ഇൻഡെംനിറ്റി, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പൈസ വീഴ്ച വരുത്തുമ്പോൾ കൊടുക്കുന്നതല്ല, വീഴ്ച വരുമ്പോൾ കൊടുക്കുന്നതല്ല ഇൻഡെംനിറ്റി. ഒരാൾ വീഴ്ച വരുത്തിയാൽ, അതായത് ഒരാൾ തന്നില്ല എങ്കിൽ ഞാൻ തന്നോളാം എന്ന് പറയുന്നതാണ് എന്ത്, ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇത് പറയുന്നത് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരാളെ ലയബിലിറ്റിയിൽ നിന്നും ഇല്ലാതാക്കിക്കോളാം എന്നാണ് പറയുന്നത്. ആരെ, തേർഡ് പേഴ്സൺ, മറ്റൊരാളുടെ ലയബിലിറ്റി, അയാളുടെ ഉത്തരവാദിത്വം ഞാൻ ചെയ്തോളാം. എപ്പോ, ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട്, അയാളെങ്ങാനും വീഴ്ച വരുത്തുക, അയാളെങ്ങാനും തന്നില്ല എങ്കിൽ അയാൾക്കുള്ള ലയബിലിറ്റി, ഉത്തരവാദിത്വം ഞാൻ ഡിസ്ചാർജ് ചെയ്ത് ഇല്ലാതാക്കിക്കോളാം എന്നും പറഞ്ഞ് ഞാൻ കൊടുക്കുന്ന പ്രോമിസിനെയാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതായത് ഒരു പേഴ്സന്റെ ഡിഫോൾട്ടിൽ അയാൾ തന്നില്ലെങ്കിൽ തന്നോളാം എന്ന് പറയുന്നതാണ് ഗ്യാരണ്ടി കേട്ടോ. മറ്റേത് അങ്ങനെയല്ല, ഇൻഡെംനിറ്റി. സോ ഇപ്പൊ തേർഡ് പേഴ്സൺ, മറ്റൊരു വ്യക്തിയുടെ ലയബിലിറ്റി, റെസ്പോൺസിബിലിറ്റി ഞാൻ, അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട സാധനം ഞാൻ തന്നോളാം, അല്ലെങ്കിൽ അയാളുടെ ഉത്തരവാദിത്വം ഞാൻ ചെയ്തു തീർത്തോളാം അയാളുടെ അഭാവത്തിൽ, അയാൾ ചെയ്തില്ല എങ്കിൽ എന്ന് പറയുന്നതിനെയാണ് ഗ്യാരണ്ടി. അതിൽ 3 പാർട്ടീസ് ഉണ്ട്, ഷുവർട്ടി ഉണ്ട്, പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഉണ്ട്, ക്രെഡിറ്റർ ഉണ്ട്. ഇനി ഗ്യാരണ്ടി നിൽക്കുന്ന ആള് ആരാ, ഷുവർട്ടി. ഈ ഷുവർട്ടിക്ക് എത്രത്തോളം ലയബിലിറ്റി ഉണ്ട്, ഷുവർട്ടിക്ക് ലയബിലിറ്റി വരില്ല. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അയാൾക്ക് ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി. ഈ ഒരു ഷുവർട്ടിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്, ഷുവർട്ടിയുടെ ലയബിലിറ്റി കോ എക്സ്റ്റെൻസീവ് ആണെന്നാ പറയുന്നത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ, കോ എക്സ്റ്റെൻസീവ് കേട്ടോ, കോ എക്സ്റ്റെൻസീവ് ദാറ്റ് ഓഫ് ആരെ പോലെ, പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഞാനിവിടെ PD എന്ന് എഴുതുവാണ്, പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെ അല്ല. ഓക്കെ, ഞാൻ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്നാ ഉദ്ദേശിച്ചത്, സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഷുവർട്ടിയുടെ ലയബിലിറ്റി കോ എക്സ്റ്റെൻസീവ് ദാറ്റ് ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, കോ എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ സെയിം ആസ് ദാറ്റ് ഓഫ്, അയാളെ പോലെ തന്നെ സെയിം ആ. നിങ്ങളെ കൊണ്ട് ഞാൻ കടയിൽ പോയിട്ട് നിങ്ങൾ എന്ത് വാങ്ങിയാലും പൈസ തന്നില്ലെങ്കിൽ ഞാൻ തന്നോളാമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ നിങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റി എത്രത്തോളാണ് ആ കടക്കാരനോട് പൈസ കൊടുക്കാൻ, അത് തന്നെ എനിക്കുണ്ട്. ഈ ഷുവർട്ടി ആയിട്ട് നിൽക്കുന്ന, ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്ന ഷുവർട്ടി എന്ന എനിക്കുണ്ട്. അപ്പൊ ഷുവർട്ടിയുടെ ലയബിലിറ്റി, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താ, കോ എക്സ്റ്റെൻസീവ്. ഈ വാക്ക് തന്നെ ഓർക്കുക, കോ എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്, സെയിം റെസ്പോൺസിബിലിറ്റി ആണ്. ഷുവർട്ടിയുടെ ലയബിലിറ്റി കോ എക്സ്റ്റെൻസീവ് ദാറ്റ് ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ഈ പൈസ കൊടുക്കാനുള്ള ഡെപ്റ്ററിന് എത്രത്തോളം ഉണ്ടോ ലയബിലിറ്റി, അത് തന്നെയാണ്, കോ എക്സ്റ്റെൻസീവ് ആണ്, സെയിം ലയബിലിറ്റി തന്നെയാണ് ഷുവർട്ടിക്കും ഉള്ളത്. ഇനി ഈ ഗ്യാരണ്ടി 2 തരത്തിലുണ്ട്. 2 തരത്തിലുള്ള ഗ്യാരണ്ടി എന്ന് പറയുന്നത് എങ്ങനെയാ, 2 തരത്തിലുള്ള ഗ്യാരണ്ടി എങ്ങനെയാ വന്നേ, ഒന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഗ്യാരണ്ടിയും സ്പെസിഫിക്കും, 2 കണ്ടിന്യൂയിങ്ങും. ഓക്കെ, സ്പെസിഫിക് ആയിട്ടുള്ള ഗ്യാരണ്ടിയും കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ഗ്യാരണ്ടി. ഒന്ന് സ്പെസിഫിക്, 2 കണ്ടിന്യൂയിങ്. സ്പെസിഫിക് ഗ്യാരണ്ടി അല്ലെങ്കിൽ സിമ്പിൾ ഗ്യാരണ്ടി എന്നൊക്കെ പറയാം. സ്പെസിഫിക് ഗ്യാരണ്ടി അല്ലെങ്കിൽ സിമ്പിൾ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷന് വേണ്ടി മാത്രം നിൽക്കുന്നു. അതായത് നിങ്ങൾ പോയി ഒരു കടയിൽ പോയി ഒരു സാധനം മേടിക്കുന്നു, അതിന് വേണ്ടി മാത്രം, അല്ലാതെ എല്ലാ ദിവസവും നിങ്ങൾ ആ കടയിൽ പോയി എന്ത് വാങ്ങിയാലും ഞാൻ ഗ്യാരണ്ടി തന്നിട്ടില്ല. അപ്പൊ ഒരു ട്രാൻസാക്ഷന് മാത്രം, അല്ലെങ്കിൽ ഒരു ഡെപ്റ്റ്, ഒരു കടത്തിന് മാത്രം, ഒരു ഡെപ്റ്റിന് മാത്രമോ അല്ലെങ്കിൽ വൺ ഡെപ്റ്റിന് മാത്രം, അല്ലെങ്കിൽ 1 ട്രാൻസാക്ഷന് വേണ്ടി മാത്രം ഈ പറയുന്ന ഗ്യാരണ്ടി ആയിട്ട് ഒരു പേഴ്സൺ നിന്നാൽ അതിന് എന്തെന്ന് പറയും, സ്പെസിഫിക് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഗ്യാരണ്ടി എന്ന് പറയും. ഇനി ഞാൻ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടിന്യൂ ചെയ്യാൻ തുടർന്നുകൊണ്ടിരിക്കുക. അതായത് ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ, സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ
സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ പറഞ്ഞാൽ എന്താ, എത്ര നാളത്തേക്ക് ഉണ്ട്. ഇപ്പൊ ഞാൻ പറയണം, ഒരു വർഷത്തേക്ക് ഇയാൾ എന്ത് ഈ കടയിൽ നിന്ന് വാങ്ങിയാലും പൈസ തന്നില്ലെങ്കിൽ ഞാൻ തന്നോളാം എന്ന് പറയുമ്പോൾ എന്താ, സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ. ആ ഒരു വർഷം എന്ത് വാങ്ങിയാലും ഞാൻ ഉണ്ടല്ലോ, എനിക്കുണ്ട് ഈ പറയുന്ന ലയബിലിറ്റി. അപ്പോൾ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ, ഒരു സീരീസ്, ഒരു കൂട്ടം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസിലേക്ക് മുഴുവനായിട്ടും ഈ പറയുന്ന ഞാൻ ഗ്യാരണ്ടി ആയിട്ട് നിന്നാൽ അത് എന്ത് ഗ്യാരണ്ടിയാണ്, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയാണ്, തുടർന്നുകൊണ്ടിരിക്കുക, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയാ. അപ്പൊ ഈ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി വന്നാൽ എന്ത് ചെയ്യണം, ഞാനത് റിവോക്ക് ചെയ്യുന്നത് വരെ, റിവോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, റിവോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പിൻവലിക്കുക. അപ്പൊ ഈ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഞാൻ പിൻവലിക്കുന്നത് വരെയും എനിക്ക് എന്തുണ്ട്, സെയിം ലയബിലിറ്റി ഉണ്ട്. പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ഈ കടക്കാരനുള്ള ലയബിലിറ്റി എന്താണ്, കടക്കാരൻ ഉദ്ദേശിച്ചത് കടം വരുത്തി വെച്ച വ്യക്തി, അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് എത്രത്തോളം ലയബിലിറ്റി ഉണ്ടോ അത് തന്നെ ആർക്കും ഉണ്ടാകും, ഈ പറയുന്ന ഷുവർട്ടിക്കും സെയിം ഉണ്ടാകും, കോ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ലയബിലിറ്റി ഉണ്ടാകും. ഏതുവരെയും ഈ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി നിലനിന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾ റിവോക്ക് ചെയ്യുന്നത് വരെ. റിവോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, പിൻവലിക്കുന്നവരെ. ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു, ആ കടയിൽ പോയി ആ കടയിലെ ഓണറിനോട് ഞാൻ പറഞ്ഞു, ഒരു വർഷത്തേക്ക് ഇയാൾ എന്ത് ചോദിച്ചാലും കൊടുത്തോളൂ, ഇയാൾ പൈസ തന്നോളും, തന്നില്ലെങ്കിൽ ഞാൻ തന്നോളാം എന്ന് പറയുന്നു. അപ്പൊ ഇത് ഇയാൾ മേടിക്കാൻ വന്നിട്ട് കുറേ ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി പൈസ കൊടുക്കുമെന്ന്, പക്ഷെ പൈസ കൊടുക്കണമെന്നില്ല. അപ്പൊ ഞാനിത് പിൻവലിക്കാത്തിടത്തോളം കാലം ഈ കടയിലെ ഓർഡർ എന്ത് വിചാരിക്കും, എന്ത് പൈസ വാങ്ങിയാലും പുള്ളി തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, മറ്റേ ചേട്ടൻ തന്നോളാന്നല്ലേ, അല്ലെങ്കിൽ ഞാൻ തന്നോളാന്നല്ലേ പറഞ്ഞേക്കണേ എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഷുവർട്ടി ആയിട്ടുള്ള ഞാൻ അത് പോയി റിവോക്ക് പിൻവലിക്കണം. ഇനി മതി കേട്ടോ കൊടുത്തത്, ഇനി കൊടുക്കണ്ട, ഇനി നിങ്ങൾ എന്ത് കൊടുത്താലും ഞാൻ അയാൾ തന്നില്ലെങ്കിൽ പൈസ തിരിച്ചു തരാൻ പോണില്ല. അപ്പൊ കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷനിലേക്ക് നിലനിൽക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് റിവോക്ക് ചെയ്യുന്നത് വരെയും, പിൻവലിക്കുന്നത് വരെയും ഈ ഷുവർട്ടി ആയ വ്യക്തിക്ക് എന്തുണ്ട്, സെയിം ലയബിലിറ്റി പ്രിൻസിപ്പൽ ഡെപ്റ്ററിന്റെ ഉണ്ട്. അതല്ല ഒരെണ്ണത്തിനേ ഉള്ളെങ്കിൽ, ഒരു സിംഗിൾ ഡെപ്റ്റ്, ഒരു ഒറ്റ കടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഒറ്റ പർപ്പസിന് വേണ്ടി മാത്രമേ ഞാൻ ഗ്യാരണ്ടി നിന്നോളെങ്കിൽ സ്പെസിഫിക് അല്ലെങ്കിൽ സിമ്പിൾ ഗ്യാരണ്ടി ആണ്. അപ്പോഴും എന്താ, പ്രിൻസിപ്പൽ ഡെപ്റ്റിന്റെ സെയിം ലയബിലിറ്റി എനിക്കുണ്ട്, പക്ഷെ ആ ഒരു ഒറ്റ കടത്തിനല്ലേ ഉള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല, സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ ഞാൻ റിവോക്ക് ചെയ്യുന്നത് വരെയും സെയിം ലയബിലിറ്റി ഉണ്ട്. ഓക്കെ, ഗ്യാരണ്ടിയുടെ സെക്ഷൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഗ്യാരണ്ടിയുടെ സെക്ഷൻ 126 ആണ് കേട്ടോ. 126 ഗ്യാരണ്ടി എന്ന് പറയുന്ന കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിനെ കുറിച്ച് പറയുന്നത്, ഗ്യാരണ്ടി കോൺട്രാക്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 126 പറയുന്നത്. ഇനി കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എടുത്തു പറഞ്ഞിട്ടുണ്ട്, നിലനിൽക്കുന്ന, അതായത് സീരീസ് ഓഫ് ട്രാൻസാക്ഷനിൽ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഗ്യാരണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ഗ്യാരണ്ടി ആണ്. ആ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് സെക്ഷൻ 129 129 കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിനെ കുറിച്ച് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തേക്കാം. പിന്നെ ഷുവർട്ടിയുടെ ലയബിലിറ്റി എങ്ങനെയാ, കോ എക്സ്റ്റെൻസീവ്, സെയിം ആണ്, ആരെ പോലെ, പ്രിൻസിപ്പൽ ഡെപ്റ്ററിനെ പോലെ തന്നെ. ഇനി ആ ഗ്യാരണ്ടിയിൽ ഓർക്കേണ്ട ഒരു പോയിന്റും കൂടി എന്ന് പറയുന്നത്, ഗ്യാരണ്ടി നിൽക്കുന്നത്, ഈ ഷുവർട്ടി ആയിട്ടുള്ള വ്യക്തി ഗ്യാരണ്ടി നിൽക്കുന്നത് ഓറൽ ആയിട്ട് നിൽക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ റിട്ടൺ ആയിട്ട്, എനിക്ക് വാക്കാൽ പറഞ്ഞാൽ മതി ഞാൻ ഇയാൾക്ക് ഗ്യാരണ്ടി നിൽക്കുകയെന്ന്, അതല്ലെങ്കിൽ റിട്ടൺ ആയിട്ട് എഴുതിയാണെങ്കിലും പറയാം, ഏത് രീതിയിലാണെങ്കിലും കുഴപ്പമില്ല, ഓറൽ ആണെങ്കിലും റിട്ടൺ ആയാലും കുഴപ്പമില്ല, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. ഓക്കെ, ഇനി അടുത്തതുള്ളത് ബെയിൽമെന്റും അതോടൊപ്പം തന്നെ പ്ലെഡ്ജും ഏജൻസിയും, 3 സ്പെഷ്യൽ കോൺട്രാക്ട് കൂടി ഉള്ളത്, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.